ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഹട്ട്. ഹംഗ്രി ട്രാവൽ ടെക്കിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ബാർബിക്യൂ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ വേണം. ഏകദേശം 2 കിലോളം ചിക്കനും എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇത് സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 kg. പിന്നെ അതിനോടൊപ്പം നമുക്ക് ചാട്ട് മസാല 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഗരം മസാല 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, തൈര് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, അത് പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഇഞ്ചി ഒരു ചെറിയ 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു പിടി വീതം നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ 8-10 പച്ചമുളക് നമുക്ക് വേണം. അത് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, നമ്മുടെ ഇഷ്ടപ്രകാരം. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പുതിനയില. ഇതിൽ ഈ പുതിനയിലയും അതേപോലെ തന്നെ ചെറിയുള്ളി വെളുത്തുള്ളിയും കുറച്ച് അളവിൽ കൂടുതൽ വേണം. ആ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നോട്ട് നിൽക്കണം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുർക്കയാണ്, അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറഞ്ഞ സാധനം. അത് നമ്മൾ അതും അതേപോലെ തന്നെ തൈരൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. അത് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കുക, കാരണം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചേരുവകളൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിക്കും. ഇനി ഇത് നന്നായിട്ട് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മസാല തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചിക്കൻ പീസിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയിലേക്ക് ഇറങ്ങി ചേർന്ന് അടിപൊളിയായിട്ട് നിൽക്കും. ഇത് നമുക്കിനി 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂർ നേരെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒനിയൻ, ഇത് നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരെ പ്രിപ്പയർ ചെയ്ത മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്കൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് ആവുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അടുപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബാർബിക്യൂവിനുള്ള അടുപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിറകായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിരട്ടയാണ്. അപ്പോൾ ചിരട്ടാകുമ്പോൾ ചിരട്ടയുടെ കണലിൽ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അധികം വെണ്ണീറൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് നന്നായിട്ട് നല്ല കനലും കിട്ടും, നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ചൂട് നേരെ മുകളിലേക്ക് വരും. നമ്മൾ 4 കല്ല് മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പിലൂടെയൊക്കെ ചൂട് പോകും. ഇത് കറക്റ്റ് നമുക്ക് ചൂടും കിട്ടും, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ബാർബിക്യൂ സ്റ്റിക്കിലേക്ക് നമുക്ക് അടുക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഒരു ബാർബിക്യൂ സ്റ്റിക്ക് എടുക്കുന്നു, ഒരു പീസ് ചിക്കൻ എടുക്കുന്നു, അത് കറക്റ്റ് സെൻറ്ററിലൂടെ പ്രസ് ചെയ്ത് കയറ്റിയതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പിൽ ഓരോന്ന് കോർത്ത് വെക്കാം. ഈ ബാർബിക്യൂ സ്റ്റിക്കൊക്കെ ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും എല്ലാ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. മെറ്റൽ ടൈപ്പും ഉണ്ട്, വുഡൻ ടൈപ്പും ഉണ്ട്. ഇതിപ്പോൾ വുഡൻ ടൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പം നമ്മൾ ഓരോ പീസായിട്ട് കോർത്ത് വെക്കണം. ഇതിപ്പോൾ നമ്മുടെ പുതിനയിലയും മല്ലിയിലയും അതേപോലെ തന്നെ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് നിൽക്കുന്ന തരത്തിലാണ് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ നമ്മൾ കോർത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ വെജിറ്റബിൾസ് അതും കൂടെ നമുക്ക് ഇതിലൊന്ന് അടുക്കി വെക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിരിക്കും, പച്ച മഞ്ഞ ചുവപ്പൊക്കെ ആയിട്ട്. നമ്മൾ പ്ലേറ്റിൽ ഒരാൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളത് നല്ല കളർഫുള്ളായിട്ട് കാണും.
നമുക്ക് ഒരു സ്റ്റിക്ക് കൂടി അതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന ചടങ്ങാണ്. അടുപ്പ് കത്തിച്ചിട്ട് നമുക്കത് നൈസായിട്ട് അങ്ങ് ബാർബിക്യൂ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. നല്ല കണൽ വേണം, അപ്പോൾ നന്നായിട്ട് കത്തിച്ചെടുക്കാം. നല്ല അടിപൊളി കനൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മുകളിലൊരു ഗ്രില്ല് വെക്കാം. ഗ്രില്ല് വെച്ചതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിൽ ഓരോരോ സ്റ്റിക്കായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഗ്രില്ല് വെച്ച് കഴിഞ്ഞു, നല്ല ചൂടുണ്ട്. ഗ്രില്ല് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്റ്റിക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ്റെ വെക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓരോന്നായിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഓരോന്നോരോന്ന് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഭാഗം ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നാലും അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും, മറ്റത് ചിലപ്പോൾ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ കരിഞ്ഞ് പോകാത്ത നിലയ്ക്ക് നമ്മളത് വേവിച്ചെടുക്കണം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. എല്ലാ സ്റ്റിക്കിന്റെ മുകളിലും കുറച്ച് മതി, അധികം ആവണ്ട. ഇത് പിന്നെ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആണ്. അതും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ നമ്മൾ അത് സെപ്പറേറ്റ് വെക്കാൻ തന്നെ കാരണം അതാണ്. ഇത് നമുക്ക് ചിക്കന്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താലും മതിയാവും, പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഈ സ്റ്റിക്കൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ 1-2 സ്റ്റിക്ക് കൂടെയൊക്കെ ഒന്ന് ബാക്കിയുള്ളൂ. അത് നമ്മൾ നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എടുക്കാനായി, ജസ്റ്റ് വാടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഏകദേശം നമ്മൾ ആദ്യം വെച്ചതൊക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആയതൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിന് മിക്സ് മസാല ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് സമയം അത് ഗ്രില്ലായി വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള കുറച്ച് ക്ഷമമാണ്. ഒരു 1.5 മണിക്കൂർ നമുക്ക് സമയം എടുക്കും അതൊന്ന് കറക്റ്റായിട്ട് ഗ്രില്ലായിട്ട് വരാൻ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമ്മൾ വീട്ടിൽ വൈകുന്നേരമൊക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് മനസ്സിനും ഒക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നല്ല അടിപൊളി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വെജിറ്റബിൾസ് നമുക്ക് സ്റ്റിക്കിൽ ഇങ്ങനെയും വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റിക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വെക്കാം. ഗൈസ്, നമുക്ക് നമ്മുടെ ചിക്കൻ ബാർബിക്യൂ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഒരു പീസ് എടുക്കാം. ഉണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കാം. വാ, മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പ്, എരിവ് എല്ലാം പാകം. അളവുകളൊക്കെ കറക്റ്റായിരുന്നു. നൈസ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ഡിഷ്, അടിപൊളി.
അപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. കുറേ നേരമായിട്ട് ഗ്രില്ലിനോട് അവരിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്കൂടെ നമുക്ക് ടേസ്റ്റ് കൊടുക്കും. അഫി ആദ്യം വാ. കഴിച്ചോ. ആദ്യം എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. നമ്മൾ ചിക്കൻ ബാർബിക്യൂ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വിട പറയാൻ സമയമായിരിക്കാണ്. ഇറ്റ്സ് മീ ഫൈസി സൈനിങ് ഓഫ്.